For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തത്സമയ ചർച്ചയ്ക്ക് വെല്ലുവിളിച്ച് NDTV അവതാരകൻ രവീഷ് കുമാർ. NDTV ചാനൽ സ്ഥാപകരായ പ്രണോയ് റോയിയുടെയും രാധിക റോയിയുടെയും വീട്ടിൽ CBI നടത്തിയ റെയ്ഡ് വിവാദമായ സാഹചര്യത്തിലാണ് മോദിക്കെതിരെ രവീഷ് കുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. മോദി സർക്കാർ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമ മേഖലയിൽ ഭയം വിതയ്ക്കുന്നത് നല്ല പ്രവണതയാണോ എന്നും രവീഷ് കുമാർ ചോദിക്കുന്നു. ആദായ നികുതി വകുപ്പിനെ അടക്കം തങ്ങൾക്കെതിരായി നിർത്തിയിരിക്കുകയാണ് മോദി സർക്കാർ. ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പിണിയാടുകളെ ഏർപ്പെടുത്തു. പക്ഷേ നിങ്ങളുടെ മടിത്തട്ടിൽ കളിക്കുന്ന ആയിരക്കണക്കിന് മാധ്യമങ്ങളുണ്ടെങ്കിലും അതിനെതിരായ ഒരു മാധ്യമ സ്ഥാപനമുണ്ട്. പെട്ടെന്നുണ്ടായി വന്ന ഒന്നല്ല NDTV. ഞങ്ങളുടെ അന്ത്യം കാണാൻ നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേർക്കുനേറിയിരിക്കാം. ഞങ്ങളും നിങ്ങളും തത്സമയ ക്യാമറയിൽ ഉണ്ടാകുമെന്ന് രവീഷ് കുമാർ വെല്ലുവിളിക്കുന്നു. മാധ്യമപ്രവർത്തകരെ എല്ലാം ജയിലിലിടണമെന്നും സർക്കാരിന് തോന്നും പോലെ കുറ്റം ചുമത്താമെന്നും NDTV അവതാരകൻ പരിഹസിച്ചു. അടിസ്ഥാനരഹിതമായ പരാതികളുടെയും പഴയ ആരോപണങ്ങളുടെയും പുറത്താണ് ഇപ്പോഴുള്ള റെയ്ഡെന്ന് NDTV പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ ഏജൻസികൾ തങ്ങളെ വേട്ടയാടുകയാണ്. കഴിഞ്ഞ ദിവസം കന്നുകാലി കശാപ്പിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചർച്ച ചെയ്യവേ അതിൽ നിന്നും BJP നേതാവിനെ NDTV അവതാരക ഇറക്കിവിട്ടിരുന്നു. അപകീർത്തികരമായ പരാമർശം നടത്തിയതിനാണ് BJP ദേശീയ വക്താവ് സാംബിത് പത്രയെ NDTV എക്സിക്യൂട്ടീവ് എഡിറ്റർ നിധി റസ്ദാൻ ചർച്ചയിൽ നിന്നും പുറത്താക്കിയത്. ഇതാകാം റെയ്ഡിലേക്ക് വഴിവെച്ചത് എന്നുള്ള ചർച്ചകൾ ഇതിനോടകം സജീവമായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മോദിക്കും കേന്ദ്ര സർക്കാരിനും മുന്നിൽ ഭയപ്പെടില്ല എന്നാണ് NDTV വ്യക്തമാക്കിയിരിക്കുന്നത്. വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. For latest news, like, share and subscribe to One India Malayalam.